ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മികച്ച പോളിംഗ് തുടരുകയാണ്. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയതിനാൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലമ്പൂർ നഗരസഭയിലെ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ 179-ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാർ കാരണം 20 മിനിറ്റോളം പോളിംഗ് തടസ്സപ്പെട്ടു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും രാവിലെ തന്നെ വോട്ട് ചെയ്തു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വോട്ട് നിലമ്പൂരിലെ വീട്ടിക്കുത്ത് GLP സ്കൂളിലെ 184-ാം നമ്പർ ബൂത്തിൽ മാതാവ് മറിയുമ്മയ്ക്കും കുടുംബത്തിനുമൊപ്പം രാവിലെ 9:30-ന് വോട്ട് രേഖപ്പെടുത്തി. തുടർന്ന് മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ഏറ്റവും ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക്, ഞാൻ പാർലമെന്റ് അല്ല പറയുന്ന, അസംബ്ലി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം അതിനേക്കാളും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. UDF സ്ഥാനാർത്ഥിയായി എനിക്ക് ലഭിക്കും. കാരണം അത്രമാത്രം ജനങ്ങൾ അത് ആവശ്യമാണ് ഇന്ന് നിലമ്പൂരിലും കേരളത്തിലും എന്ന രൂപത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും വളരെ എന്തായാലും 10 വർഷത്തെ LDF ഭരണം മാറ്റണം. മാത്രമല്ല നിലമ്പൂരിൻ്റെ വികസന വളർച്ചയ്ക്ക് കേരളത്തിലും LDF ഭരണം, നിലമ്പൂരിലും കേരളത്തിലും UDF ഭരണം, നിലമ്പൂരിലും UDF ഭരണം എന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. എനിക്ക് 8 മാസം മുൻപ് എനിക്ക് ലഭിച്ച അംഗീകാരം, ആ അംഗീകാരം ഞാൻ കൃത്യമായി ഉപയോഗിച്ചു ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി എന്നത് ആളുകൾക്ക് ബോധ്യമാണ്. 200 ദിവസം കൊണ്ട് 200 ചില്ലാനം കോടി രൂപയുടെ പദ്ധതികൾ നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇതൊക്കെ വളരെ കൃത്യമായി ആളുകൾക്ക് ബോധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ലഭിക്കുന്ന 5 വർഷം എന്നത് പറയുന്നത് ജനങ്ങൾ വലിയ ആത്മവിശ്വാസമുണ്ട്, അത് വിനിയോഗിക്കാൻ കഴിയും ഈ നാടിന് വേണ്ടി എന്ന വളരെ കൃത്യമായ ബോധ്യം ആളുകൾക്കുണ്ട്. എന്തായാലും ഒരു നല്ല വിജയം, ഞാൻ പറഞ്ഞതുപോലെ ഒരു ചരിത്ര വിജയം. നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിക്കും ലഭിക്കാത്ത ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. LDF സ്ഥാനാർത്ഥി U ഷറഫ് അലിക്ക് അരീക്കോട് തെരട്ടമ്മൽ AM UP സ്കൂളിൽ രാവിലെ 7-ന് തന്നെ വോട്ട് രേഖപ്പെടുത്തി. തുടർന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെത്തി വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. NDA സ്ഥാനാർത്ഥി BDJSന്റെ ഗിരീഷ് മേക്കാട് കാരക്കോട് RMAUP സ്കൂളിൽ രാവിലെ 8:30-ക്കും വോട്ട് രേഖപ്പെടുത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മാങ്കുത്ത് GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രതീക്ഷയാണ് മികച്ച വിജയം നേടും കേരളത്തിലെല്ലായിടത്തും. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴത്തെ ഒരു വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണമെന്നാണ് ആഗ്രഹിക്കുക. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ് കുറച്ച് പ്രതീക്ഷിക്കുന്നത്. അല്ല, വിവാദങ്ങൾ ഇപ്പോൾ എനിക്കറിഞ്ഞൂടാ, മറ്റേ ജനങ്ങൾ വിവാദങ്ങൾ താല്പര്യമെടുക്കും. ഇന്നിപ്പോൾ കേൾക്കുന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ വാർത്ത? അതാണ്, അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ UDFനെയാണ് ബാധിക്കുക, ദോഷകരമായിട്ട് ബാധിക്കുക. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ജനങ്ങൾക്ക് താല്പര്യം വിവാദങ്ങളല്ല, വികസനവും ക്ഷേമവുമാണ്. അത് ഉറപ്പുവരുത്തുന്നതാണ് LDFന്റെ ജനങ്ങൾ പിന്തുണയ്ക്കാനുള്ള കാരണം. നിലമ്പൂരിൽ തീർച്ചയായും കേരളത്തിൽ നിന്ന് വേറിട്ട് നടക്കുന്ന ഒരു നാടല്ലല്ലോ നിലമ്പൂർ. നിലമ്പൂരിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതു സ്വതന്ത്രനാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനും ജയിക്കാനും കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP നിലമ്പൂർ മണ്ഡലത്തിലെ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ 181-ാം നമ്പർ ബൂത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ജനവിധിയാണിതെന്നും 10 വർഷത്തെ തുടർഭരണത്തിൽ ജനങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്, അതിന്റെ പ്രതിഫലനം കേരളത്തിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മവിശ്വാസം താങ്ക്സ് ടു ലാസ്റ്റ് ഗവൺമെന്റ്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ ചെയ്തികൾ അതാണ് ജനം വിലയിരുത്തുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിന് എന്തുണ്ടായി? കടം 6 ലക്ഷം കോടിക്ക് വർദ്ധിക്കല്ലാതെ മറ്റെന്തുണ്ടായി? ഇനി ഏതൊരു ഗവൺമെൻറ്റും ഭരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ കടബാധ്യത ഉണ്ടാക്കി വെച്ചു. വീണ്ടും ആ കടബാധ്യത ഓരോ കൊല്ലം കൂടുമ്പോൾ കൂടുകയാണ്. അപ്പോൾ അത്ര ആ ചുറ്റുപാടിൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അറിയുന്നവരാരും. അല്ല, എല്ലാ ഇലക്ഷനിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ തന്ത്രങ്ങളുണ്ടാവും.
അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണല്ലോ UDF. അവർ രണ്ടും ഒന്നിച്ചു കൂടി നിന്നാലും അവർ വേറെ വേറെ ഡീലുണ്ടാക്കിയാലും ഇതൊക്കെ മനസ്സിലാക്കാത്ത ആൾക്കാരൊന്നുമല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ട് അതൊന്നും ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ആ ഭൂരിപക്ഷം ഇത്ര കൂടുമോ? കൂടും, ഉറപ്പല്ലേ. കൂടുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിങ്ങളൊക്കെ പറയും എല്ലാ ആൾക്കാരും വന്നു, എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങൾ രണ്ട് കൂട്ടം വന്നു, പോളിംഗ് ശതമാനം കൂടി. ആ പോളിംഗ് ശതമാനം ഇപ്പോഴുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വോട്ട് കൂടിയിട്ടുണ്ടാകുക. കാരണം കഴിഞ്ഞ 6 മാസക്കാലം കൂടി ഭരിച്ചല്ലോ, ആ ഭരണവിരുദ്ധതയും കൂടി പ്രകടമാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ തുടക്കത്തിന് സ്വർണത്തിന്റെ ശോഭയും. ഏപ്രിൽ 3 മുതൽ 9 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ. മനോഹരമായി നിർമ്മിച്ച വിവാഹാഭരണങ്ങൾ, പാരമ്പര്യത്തിന്റെ പവിത്രതയോടൊപ്പം ആധുനിക രൂപകൽപ്പനയുടെ സൗന്ദര്യം ഒത്തുചേരുന്ന പ്രത്യേക ഡിസൈനുകൾ. നിങ്ങളുടെ സുവർണ നിമിഷത്തിന് തിളക്കം പകരുന്ന വൈവിധ്യമാർന്ന കളക്ഷൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ. നിങ്ങളുടെ സ്വപ്ന ദിനത്തിനായുള്ള ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ. Charitra Vivag Bridal Collections by Shobhika Weddings.